ക്രിസ്ത്യൻ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വിദ്യയുടെ ഉന്നതോന്നതം. മാർ ഇവാനിയോസിന് പ്രൊഫസറേറ്റ് പദവി. ആത്മീയ ഉത്സവം. ചർച്ച് ഓഫ് ഗോഡ് ബാംഗ്ലൂർ സെൻട്രൽ ഡിസ്ട്രിക്ട് കൺവെൻഷൻ സെപ്റ്റംബർ 6 മുതൽ 8 വരെ. 77 വർഷങ്ങൾ. PYPA വിശ്വാസത്തിന്റെ ജ്വാലകൾ. വിശ്വാസത്തിന്റെ ഒരു യാത്രാവസാനം. സിസ്റ്റർ ബ്ലെസ്സി സാലുവിന് വിട. വാർത്തകൾ വിശദമായി. വിദ്യയുടെ ഉന്നതോന്നതം. മാർ ഇവാനിയോസിന് പ്രൊഫസറേറ്റ് പദവി. മാർത്തോമ സഭയിലെ മുംബൈ UK ഭദ്രാസനാധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ ഇവാനിയോസിന്റെ ആധികാരികത സ്വിറ്റ്സർലൻഡ് ബേൺ സർവകലാശാലയിൽ നിന്ന് രാജ്യാന്തര പ്രൊഫസർ പദവിയായി അംഗീകരിക്കപ്പെട്ടു. യൂറോപ്പിലെ സർവകലാശാലകളിൽ ജർമ്മൻ വിനിമയ ഭാഷയായി ഉപയോഗിക്കുന്ന പദവികൾക്കിടയിലെ ഏറ്റവും ഉന്നതമായ ഡോക്ടർ ഹാബിൽ പദവി തിരുമേനിയുടെ സമഗ്രമായ ഗവേഷണവും അധ്യാപന മികവുമാണ് തിരിച്ചറിഞ്ഞത്. ഇന്ത്യൻ ക്രിസ്ത്യാനികളും ദേശീയതയും വിഷയമാക്കി നടത്തിയ ദീർഘകാല പഠനത്തിലെ മികവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അംഗീകാരം. ബേൺ സർവകലാശാലയിലെ പ്രൊഫസർ ഡോക്ടർ ഏഞ്ചലോ ബെർലിസ് ഈ പ്രൊഫസറേറ്റ് ലൈസൻസിന്റെ പ്രാധാന്യം വ്യക്തമാക്കുകയും വിസിറ്റിംഗ് ഫാക്കൽറ്റി സ്ഥാനവും തിരുമേനിക്ക് ലഭിച്ചതായി അറിയിക്കുകയും ചെയ്തു. പത്തനംതിട്ട സീതത്തോട് സ്വദേശിയായ മാർ ഇവാനിയോസിന്റെ ഈ നേട്ടം ആധുനിക അക്കാദമിക് രംഗത്തെ ഇന്ത്യയുടെ ഉയർച്ചയിലേക്ക് പുതിയ കിരീടമാകുന്നു. ആത്മീയ ഉത്സവം. ചർച്ച് ഓഫ് ഗോഡ് ബാംഗ്ലൂർ സെൻട്രൽ ഡിസ്ട്രിക്ട് കൺവെൻഷൻ സെപ്റ്റംബർ 6 മുതൽ 8 വരെ. ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ കർണാടക സ്റ്റേറ്റിന്റെ ബാംഗ്ലൂർ സെൻട്രൽ ഡിസ്ട്രിക്ട് കൺവെൻഷൻ സെപ്റ്റംബർ 6 മുതൽ 8 വരെ കല്യാൺ നഗർ ബാബുസാബ് പാളയ സെന്റ് തോമസ് സെന്ററിൽ വെച്ച് നടക്കും. കർണാടക സ്റ്റേറ്റ് ഓവർസിയർ പാസ്റ്റർ EJ ജോൺസൺ കൺവെൻഷൻ ഉദ്ഘാടനം നിർവഹിക്കും. ഡിസ്ട്രിക്ട് പാസ്റ്റർ ജയ്മോൻ K ബാബു യോഗത്തെ അധ്യക്ഷത വഹിക്കും. ദിവസേന വൈകിട്ട് 6 മുതൽ ഗാന ശുശ്രൂഷയും സുവിശേഷ യോഗവും അരങ്ങേറും. മുഖ്യ പ്രസംഗകനായി പാസ്റ്റർ ഷാജി യോഹന്നാൻ വചന സന്ദേശം നൽകും. സമാപന ദിവസമായ ഞായറാഴ്ച രാവിലെ 9:30 മുതൽ ബാംഗ്ലൂർ സെൻട്രൽ ഡിസ്ട്രിക്റ്റിലെ സഭകളിലെ ശുശ്രൂഷകരും വിശ്വാസികളും പങ്കെടുക്കുന്ന സംയുക്ത ആരാധനയും തിരുവത്താഴ ശുശ്രൂഷയോടും കൂടി കൺവെൻഷൻ സമാപിക്കും. 77 വർഷങ്ങൾ. PYPA വിശ്വാസത്തിന്റെ ജ്വാലകൾ. ആത്മീയ ഉന്നമനത്തിന്റെ തിരുനാളമായി 77 വർഷങ്ങളുടെ വൈഭവ ഗാഥയുമായി IPCയുടെ PYPA ഇന്ന് ചരിത്രത്തിൽ ഒരു പുതിയ ഉഷസ്സിനെ വരവേൽക്കുകയാണ്. ദൈവം വരച്ച ചിറകുകളിലൂടെയുള്ള ഈ യാത്ര വിശ്വാസത്തിന്റെ മഹാമഹോന്നതത്തിന് തുല്യമായിരിക്കുകയാണ്. സുവിശേഷം പ്രബോധിപ്പിക്കുന്നതിനൊപ്പം പുതുതലമുറയുടെ കരുത്തായി ഉയർന്ന് ദൈവത്തിന്റെ മഹത്വത്തെ ഉയർത്തിക്കാട്ടുകയാണ് ഈ പ്രസ്ഥാനത്തിന്റെ ശ്രേഷ്ഠ പ്രവർത്തനങ്ങൾ. ഇന്നലകളിലും ഇന്നും PYPയുടെ പ്രതിജ്ഞകൾ ഒരു പുതുതലമുറയെ ദൈവത്തിനായി സമർപ്പിച്ചു. നാളെയും വിശ്വാസത്തിന്റെ പുതിയ വഴികളിലേക്ക് നയിക്കുന്നതായിരിക്കും. വിശ്വാസത്തിന്റെ ഒരു യാത്രാവസാനം. സിസ്റ്റർ ബ്ലെസ്സി സാലുവിന് വിട. കഴിഞ്ഞ ചില ആഴ്ചകളായി ക്യാൻസറിന്റെ 4ാം ഘട്ടത്തിലേക്ക് കടന്നതിനെ തുടർന്ന് അത്യാസന്ന നിലയിൽ കുവൈറ്റ് ക്യാൻസർ സെന്റർ ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്ന കാൽവറി ഫെലോഷിപ്പ് ചർച്ച് കുവൈറ്റ് സഭാ ശുശ്രൂഷകൻ പാസ്റ്റർ സാലു യോഹന്നാന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണിയും അദാൻ ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് സ്റ്റാഫ് നഴ്സുമായിരുന്ന സിസ്റ്റർ ബ്ലെസ്സി സാലു ഓഗസ്റ്റ് 29-ാം തീയതി 2 മണിക്ക് കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ടു. മക്കൾ ജോഷുവ, ജോഹന്ന, ജമീമ. ഭൗതിക ശരീരം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ക്രമീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സംസ്കാര ശുശ്രൂഷകൾ സെപ്റ്റംബർ 2-ാം തീയതി തിങ്കളാഴ്ച രാവിലെ ഭവനത്തിലെ പ്രാർത്ഥനകൾക്ക് ശേഷം ഉച്ചയ്ക്ക് 12:30 മണക്കാല ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് സെമിത്തേരിയിൽ നടത്തപ്പെടും. ദുഃഖത്തിലായിരിക്കുന്ന കുടുംബത്തെയും ദൈവസഭയെയും പ്രാർത്ഥനയിൽ ഓർക്കുക.